അമേരിക്കയ്ക്ക് മുൻപിൽ കീഴടങ്ങുന്ന ഒരു കാലം ഇറാൻ ഉണ്ടാവില്ലെന്നും അവരുടെ സ്വപ്ന പദ്ധതി ഞങ്ങളുടെ മുമ്പിൽ യാഥാർത്ഥ്യമാവില്ലെന്നും ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖംനായി വീണ്ടും അമേരിക്കക്കെതിരെ വലിയ രീതിയിലുള്ള വെടി പൊട്ടിച്ചിരിക്കുകയാണ്. അവർ പറയുന്നത് അമേരിക്കയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാകാത്തതാണ്. കാരണം അവരൊരു അടിമത്ത വംശ രീതിയാണ് തുടരുന്നത്. മറ്റുള്ള ലോക രാജ്യങ്ങൾ കീഴ്പ്പെട്ട് നിൽക്കണം എന്നുള്ളതും അവരുടെ അഭിപ്രായങ്ങളും നിലപാടുകളും രാജ്യത്തിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കണം എന്നുള്ള താല്പര്യക്കാരാണ് അമേരിക്ക. അതുകൊണ്ട് അത് ഇറാന്റെ മേൽ ഒരിക്കലും നടക്കില്ല. US അനുസരിക്കേണ്ട, അവരെ സമ്മർദ്ദത്തിലാക്കുന്ന, മറ്റുള്ള ലോക രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്ന പ്രവർത്തികൾ പല ഘട്ടങ്ങളിലും അവർ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അവരുമായി സമാധാനപരമായിരിക്കുന്ന പല ചർച്ചകൾ നടത്തിയതിൽ നിന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യം, പറയുന്ന കാര്യങ്ങൾ ഏത് വിഷയത്തെക്കുറിച്ചാണോ ചർച്ച ചെയ്യുന്നത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മധ്യസ്ഥ ചർച്ചയോടനുബന്ധിച്ച് അവർ പറയില്ല. പുതിയ നിലപാടുകളും പുതിയ സമീപനങ്ങളുമാണ് ആ ഘട്ടത്തിൽ അവർ പറയാറുള്ളത്. അതൊരിക്കലും അനുസരിക്കാൻ പറ്റുന്നതല്ല. കീഴ്പ്പെടേണ്ട രീതിയിലാണ് പല ഘട്ടങ്ങളിലും അമേരിക്ക ഇറാനുമായിട്ടുള്ള ചർച്ചയോട് അനുബന്ധിച്ച് ചെയ്യാറുള്ളത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അവസാനഘട്ട വെടിനിർത്തലുമായി അവസാനഘട്ട ആണവായുധ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ 2 ദിവസം മുമ്പ് ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചത് അമേരിക്കയുടെ അറിവോട് കൂടി സമ്പത്തോടു കൂടിയാണ്. ഇത് ചതിപ്രയോഗമാണ്.